അപ്പൊ ഞാൻ ഓട്ടോറിക്ഷയായിട്ട് നേരെ കാഞ്ഞങ്ങാട് വരെ ഒന്ന് പോയിട്ട് വരാട്ടോ. നമ്മുടെ മാവങ്കാലം എത്തിയപ്പോ തന്നെ അവിടെ പൂവിക്കുന്ന ആൾക്കാരെല്ലാം കണ്ട് ഞാൻ നേരെ കാഞ്ഞങ്ങാടേക്ക് എത്തിയിട്ട് നമ്മുടെ കാഞ്ഞങ്ങാടിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ. അതുപോലെ തിരക്കെന്ന് പറഞ്ഞാൽ അതുപോലെ തിരക്ക്. ഞാൻ കഴിഞ്ഞ വർഷം ഓണച്ചന്ത കാണാൻ വേണ്ടി പോയ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും തിരക്ക് ഈ വർഷം ഉണ്ട് കേട്ടോ. ഓരോ വർഷം കൂടുമ്പോൾ നമ്മളെ കാഞ്ഞങ്ങാടിലെ തിരക്ക് കൂടുന്നല്ലാതെ കുറയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ പഴയ ബസ് സ്റ്റാൻഡിൽ ഈ കാഴ്ച ഉണ്ടോ, അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മുടെ കാഞ്ഞങ്ങാടിൽ ഏറ്റവും വലിയ പൂ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. ശരിക്കും നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിലോ പൂക്കൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുവായിരുന്നു. അതുപോലെ ജനങ്ങളെ കൊണ്ട് കാഞ്ഞങ്ങാട് പൂ വാങ്ങാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടുപേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മാവേലിയുടെ കൂടെ നിന്നൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ മോളിൽ നിന്നിട്ട് ഈ കാഴ്ച കാണാൻ വേണ്ടി പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വിസ്മയം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാഞ്ഞങ്ങാട്ടുകാരെ എല്ലാം കാഞ്ഞങ്ങാട് വെച്ച് കാണാൻ വേണ്ടി പറ്റിയ കേട്ടോ. നമ്മളെ കാഞ്ഞങ്ങാട്ടുകാരുടെ സ്ഥലങ്ങളും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാൻ കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് പിന്നെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ പൂ വിൽക്കുന്നത് പോലെ തന്നെ ഡ്രസ്സും വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതെടുത്താൽ 100, ഏതെടുത്താൽ 200, അങ്ങനെ പല റേറ്റിൽ പല കളറിൽ പല ഡ്രസ്സുകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും ഫോളോവേഴ്സ് ആയിട്ടും ഒരുപാട് ആൾക്കാർ നമുക്ക് കാഞ്ഞങ്ങാട് കാണാൻ പറ്റിയ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഓട്ടോറിക്ഷ എടുത്തിട്ട് അവിടെ വെക്കാൻ ഇവിടെ സ്ഥലം കിട്ടിയില്ലെന്ന് മാത്രമല്ല, എനിക്കൊരു ഷർട്ട് വാങ്ങാൻ വേണ്ടി ഈ തിക്കിന്റെയും തിരക്കിന്റെ ഇടയ്ക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ നാട്ടുകാർ ഏകദേശം ആൾക്കാർ നമ്മൾ മെയിൻ ആയിട്ട് ഓണായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കാഞ്ഞങ്ങാടേക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിക്കും കാഞ്ഞങ്ങാട് തിരക്കായിരിക്കും. അപ്പൊ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബാക്കി അപ്പം നാളെ.